കൊല്ലൂർ മൂകാംബിക സന്നദ്ധി മഹാനവമി നാളിലെ പുഷ്പരഥോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിലാണ് ഇത്തവണ ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കുന്നത്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങാനായി കേരളത്തിൽ നിന്നടക്കം 10,000-ങ്ങളാണ് കൊല്ലൂരിലെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ ശ്രീ സുബ്രഹ്മണ്യ അടികെ ചേരുന്നു. അദ്ദേഹം നമ്മോട് രഥോത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കും. എപ്പോഴാണ് ഈ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ഈ ഒരു പുഷ്പരഥോത്സവം ഈ കൊല്ലൂരിലെ അതിന്റെ ഒരു ആരംഭം, ഐതിഹ്യം, ഉത്ഭവം എങ്ങനെയാണ്? ഇത് ഒരു മഹാക്ഷേത്രത്തിൽ നിത്യോത്സവ, വാരോത്സവ, പക്ഷോത്സവ, മാസോത്സവ, ഷാൺമാസോത്സവ, സാംവത്സരികോത്സവ എന്നിട്ട് ഉത്സവങ്ങൾ ഉണ്ടാവും. ആ മഹാക്ഷേത്രത്തിന്റെ തുടക്കം മുതൽ ഈ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് അത് മഹാക്ഷേത്രമാവുന്നത്. ഈ നവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് ഷാൺമാസികോത്സവമാണ്. 6 മാസത്തിൽ നടക്കുന്ന ഉത്സവമാണ്. അതിൽ 1 മണിക്ക് ദേവി രഥത്തിൽ എഴുന്നേൽപ്പ് നടക്കാണ്. പിന്നെ ദേവിക്ക് വിശേഷമായിട്ട് ശതരുദ്രം കൊണ്ട് അഭിഷേകം, രുദ്രം 100 പ്രാവശ്യം പറഞ്ഞിട്ട് അഭിഷേകം. ആ അഭിഷേകം കഴിഞ്ഞിട്ട് പിന്നെ ആ ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് രഥോത്സവത്തിന്റെ ചടങ്ങുകൾ. പിന്നെ നിശീത എന്നാൽ സായം ഉള്ള പൂജകളെല്ലാം കഴിഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് തന്നെ കഴിയും. ഈ 1 മണിയുടെ ഉള്ളിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ദേവിക്ക് ക്ഷിപ്രബലി നടത്തിയിട്ട് രഥാരോഹണമാണ് നടക്കുന്ന മുഖ്യമായിട്ടുള്ള ചടങ്ങ്. ഈ ശതരുദ്രാഭിഷേകം നടത്തുന്നതിന്റെ അതിന്റെ ഒരു പുണ്യത്തെ കുറിച്ച് പറയാമോ? ഈ രുദ്രജപം മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ദൂരാക്കുന്ന ഒരു ശക്തി ഈ രുദ്രജപത്തിനുണ്ട്. അത് ഈ വിശേഷമായിട്ടുള്ള ദിവസത്തിൽ ഇവിടെ ശ്രീരുദ്രം കൊണ്ട് എന്നാൽ ഏകാദശ എന്നാൽ 11 പ്രാവശ്യം രുദ്ര പറഞ്ഞിട്ട് ധാരയായിട്ട് അഭിഷേകം. അത് കാണാൻ പറ്റില്ല, നട അടച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വിശേഷമായ ദിവസങ്ങളിൽ ശതരുദ്രം കൊണ്ട് അഭിഷേകം. എന്നാൽ ശ്രീരുദ്രം 100 പ്രാവശ്യം പറയും. 11 ആള് 11 പ്രാവശ്യം പറയും. അപ്പോൾ 100 ആ രുദ്രം കൊണ്ട് ദേവിക്ക് ധാരയായിട്ട് ചെയ്തിട്ട് അത് ഉച്ചപൂജയ്ക്ക് ഈ സാധാരണ രുദ്രാഭിഷേകം നടത്തുന്നത്. ശങ്കരാചാര്യരും അമ്മയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ് ഉള്ളത്. താങ്കൾ എങ്ങനെ അതിനെക്കുറിച്ച് ഈ ഒരു മംഗളവേളയിൽ ഓർക്കുന്നു? ആദിശങ്കര ഭഗവത്പാദാചാര്യരാണ് ഈ മൂകാംബി ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന വിഗ്രഹം പ്രതിഷ്ഠാപിച്ചത്. അവർ വരുന്ന മുമ്പേ ഇവിടെ സ്വയംഭൂ ആയിരുന്നു. ആ ഉദ്ഭവിച്ച ശ്രീചക്ര ബിന്ദു സ്വരൂപത്തിലുള്ള മിഥുന ജ്യോതിർമയ ലിംഗമായിരുന്നു. ആ ലിംഗത്തിന്റെ ദർശനാർത്ഥിയായിട്ട് വന്നിട്ട് ലിംഗത്തിലുള്ള ശക്തിയെ തപസ് ചെയ്തിട്ട് ആ ലിംഗത്തിലിരിക്കുന്ന ശക്തിയെ ശ്രീചക്ര യന്ത്രം എഴുതിയിട്ട് പ്രതിഷ്ഠാപിച്ചതാണ്. അത് ഗുപ്തമായിട്ടുള്ള ഈ ലിംഗം അഥവാ ഗുപ്തമായിട്ടുള്ള ശക്തി പ്രപഞ്ചത്തേക്ക് അറിയിച്ചത് ആദിശങ്കര ഭഗവത്പാദരാണ്. എന്തായാലും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് കൊല്ലൂരിലെ മഹാസന്നദ്ധി. മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ ഇവിടെ സരസ്വതി പൂജയ്ക്ക് ഈ നവരാത്രി ആഘോഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അമ്മയുടെ കൊല്ലൂർ മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് ഭക്തലക്ഷങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പരഥോത്സവം മഹാനവമി നാളായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ നടക്കുക. കൊല്ലൂരിൽ നിന്നും അമൃത വാർത്തകൾക്ക് വേണ്ടി അനൂപ് നീലേശ്വരം.